നമ്മുടെ ആദാമ്യ ജനനത്തിൽ നമ്മളെല്ലാവരും പാപികളായി ജനിച്ചു. ആദാം പാപം ചെയ്തപ്പോൾ ആദാമിന്റെ സന്തതികൾ മുഴുവൻ അക്കാരണത്താൽ പാപത്തിലായി എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മളെല്ലാം പാപത്തിന്റെ ബന്ധനത്തിലും അടിമത്തത്തിലുമായിരുന്നു എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന്റെ ജീവൻ ആത്മാവാണ് നമുക്ക് തരുന്നത്. അപ്പൊ ആത്മാവിന്റെ ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി നമ്മളിൽ എങ്ങനെയാണ് നിറവേറുന്നത്, അതിന് പ്രൈമറി സ്റ്റെപ്പ്, ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ജീവൻ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ടത്. അതിൽ അനേകം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. വെള്ളത്താലും ആത്മാവിനുള്ള വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞു, ആത്മാവ് നമ്മളിൽ ജീവനായി മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു, സമൃദ്ധിയായ ജീവൻ കർത്താവ് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞു, യേശുക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു. അതുപോലെ ആത്മാവ് വരുമ്പോൾ നമ്മളെ സകല സത്യത്തിലേക്കും ആത്മാവ് വഴി നടത്തുമെന്ന് പറഞ്ഞു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആത്മാവ് നമുക്ക് ബോധം തരുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ആത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ നമ്മൾ ജീവൻ തരുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടു. അവസാനം കർത്താവ് അവരെ കമ്മീഷൻ ചെയ്ത് വിടുന്നത് പത്രോസിനെ വീണ്ടും അത്ഭുതങ്ങളിലൂടെ റിസ്റ്റോർ ചെയ്യുന്നത് നമുക്ക് കാണാനിടയായി. അപ്പോസ്തല പ്രവൃത്തികൾ അതിനുശേഷം വരുമ്പോഴേക്കും ഈ കർത്താവിന്റെ ജീവന്റെ വാഗ്ദത്വം, ആത്മാവിന്റെ വാഗ്ദത്വം, ഈ ആത്മാവിന്റെ വാഗ്ദത്വം എങ്ങനെയാണ് ഒരു സഭയെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെല്ലാം കൂടി വന്ന് സ്നാനപ്പെട്ട് കർത്താവിന്റെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി അവൻ സഭയോട് ചേർത്ത് ഓരോ ദേശത്തും സഭകൾ രൂപപ്പെട്ട് കർത്താവിന്റെ വചനത്തെ, ജീവനെ വെളിപ്പെടുത്തുന്ന സംഘങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി വരുന്ന സഭയുടെ ആരംഭമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാലാണ് സഭ ഉണ്ടാകുന്നത്. അപ്പോസ്തലന്മാരാണ് സഭയുടെ ഫൗണ്ടേഷൻ, സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് ആണ് ശരിക്കും സഭയുടെ ഫൗണ്ടേഷൻ. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് സഭ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രയാസങ്ങളാണ്, വേദനകളാണ്, പെർസിക്യൂഷൻസ്, കഷ്ടതകൾ, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ. ഒരു വളരെ മോശം കൾച്ചറുള്ള ഒരു ദേശത്ത്, കൊരിന്ത് പോലൊരു പട്ടണത്തിൽ, അതുപോലെ അനേകം അങ്ങനെയുള്ള പട്ടണങ്ങളിൽ പാഗൻ കൾച്ചർ വളർന്നു വന്നിരുന്ന ഒരു കാലത്ത് യേശുവിന്റെ ആ സ്നേഹത്തിന്റെ സുവിശേഷം, ദൈവ പാപങ്ങളെ ക്ഷമിക്കുന്നതിന്റെ സുവിശേഷം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എങ്ങനെ പടർന്നു എന്നും എങ്ങനെ അത് അനേകം ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചു എന്നും എങ്ങനെ അത് പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു വിശ്വാസമായി മാറി എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളിൽ ശരിക്കും സഭയുടെ സ്ഥാപനം ആണ് കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് കൊർന്നേലിയോസിന്റെ മാനസാന്തരമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ബ്രീഫായിട്ട് പല കാര്യങ്ങളും, പല ലെസൺസും അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണാനിടയായി. കൊർന്നേലിയോസിന്റെ കൺവേർഷനോട് കൂടി വലിയൊരു ഷിഫ്റ്റ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഷിഫ്റ്റിന്റെ ഒരു എഫക്റ്റ് എന്താണ് കൊർന്നേലിയോസിന്റെ കൺവേർഷൻ സഭയ്ക്ക് ചെയ്തത് എന്ന് നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കൊർന്നേലിയോസിന്റെ കൺവേർഷനകത്ത് നമ്മൾ പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. അത് വസ്തുതാപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമാണ്. ഈ കൊർന്നേലിയോസിനെ കർത്താവ് ആത്മാവിനെ നൽകി സുവിശേഷത്തിൽ പങ്കാളിയാക്കുന്നത് വരെ അപ്പോസ്തലന്മാർക്ക് അറിയില്ലായിരുന്നു ഇത് യഹൂദന്മാർക്ക് വെളിയിലേക്ക് പോകുന്ന ഒരു മൂവ്മെന്റ് ആണെന്ന്. കർത്താവ് പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഭൂമിയുടെ അറ്റത്തോളം പോകുവിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരത് സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് 10-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. പത്രോസിന് ഭയങ്കര ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു ഈ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ. ഓക്കെ, അപ്പോൾ ഈ കൊർന്നേലിയോസിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർണായകമാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെയും അപ്പോസ്തലന്മാർ തലയിൽ കൈവയ്ക്കുമ്പോഴാണ് ആത്മാവ് വന്നുകൊണ്ടിരുന്നത്. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ആദ്യം ആയിട്ടാണ് വചനം കേൾക്കുന്ന ആളുകളുടെ മുകളിൽ അപ്പോസ്റ്റലിക് ഇന്റർവെൻഷൻ ഇല്ലാതെ ആത്മാവ് വരുന്നു. അത് പ്രത്യേകമായ ഒരു വലിയൊരു ഡൈവേഴ്സാണ്. കാരണം അപ്പോസ്തലന്മാർ കൈ വെക്കുകയല്ലായിരുന്നു, സ്നാനം കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അപ്പോസ്തലന്മാരെ
നിർബന്ധിക്കുകയാണ് ഈ ആത്മാവിനെ പകരുക വഴി ചെയ്തത്. അപ്പോൾ അതുവരെ ഈ യഹൂദന്മാർ വിശ്വാസത്തിൽ വന്നപ്പോൾ വലിയൊരു ബർഡൻ ഉണ്ടായിരുന്നില്ല. യഹൂദന്മാർക്കും വലിയ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കുന്നു, കുറച്ച് യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് തല്ലി കിട്ടുമായിരുന്നു. പക്ഷെ ഈ ജാതികൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും യഹൂദന്മാരുടെ ആചാര മര്യാദകളൊന്നും അറിയാത്ത, യഹൂദന്മാരുടെ കൾച്ചറൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും അറിയാൻ വയ്യാത്ത പാഗൻസ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കയറി വന്നപ്പോഴേക്കും പലതരത്തിലുള്ള ലീഡർഷിപ്പും പലതരത്തിലുള്ള ടീച്ചിങ്സും ഇതിനകത്ത് സ്പ്രെഡ് ആകാൻ തുടങ്ങി. അപ്പോൾ സഭയിലുണ്ടായ ആദ്യത്തെ ദുരുപദേശം എന്ന് പറയുന്നതിന് ജൂഡായിസേഴ്സ്, അതായത് യഹൂദ മതവാദികൾ, മതാനുസാരികളായ മിശിഹായിൽ വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ആദ്യം ഇതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. കാരണം ജാതികൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെയും യഹൂദന്മാരെ പോലെ ആക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ പൗലോസും അതുപോലെ പൗലോസിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അങ്ങനെ ഒരു യഹൂദവൽക്കരണത്തെ എതിർക്കുകയും ക്രിസ്തുവിന്റെ കൃപ ന്യായപ്രമാണത്തിലൂടെ അല്ല, അത് സകല ജാതികൾക്കും വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്നേഹമായിട്ട് അത് കൃപയാലാണ് വരുന്നത്, രക്ഷ കൃപയാലാണ് വരുന്നത്, അത് ന്യായപ്രമാണത്തിന്റെ അനുസരണത്താൽ അല്ല എന്നും അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ ആചാരപരമായ പ്രമാണങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യത ഒരു പുതിയ നിയമവിശ്വാസിക്ക് ഇല്ലെന്നും അത് യഹൂദന്മാരുടെ മാത്രം പ്രമാണമാണെന്നും പൗലോസ് സമർത്ഥിക്കുന്നു. അതായത് നമ്മളിത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ ആരും യഹൂദ കവനന്റ്, അതായത് മോശയുടെ കവനന്റ് വഴി ദൈവത്തോടിന്റെ അടുത്ത് വന്നവരല്ല. ആണോ? നിങ്ങൾ ആരെങ്കിലും മോശയുടെ കവനന്റിനകത്തുള്ളവരാണോ? അല്ല. നമ്മൾ ഉടമ്പടിക്ക് വെളിയിലുള്ളവരായിരുന്നു. നമ്മൾ ദൈവത്തിന്റെ ജനമായിരുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ജനമല്ലാതിരുന്ന നമ്മൾ യഹൂദന്മാരെ പോലെ മോശയുടെ ഉടമ്പടിയിലൂടെ കടന്നു വന്നിട്ട് മോശ പറഞ്ഞ് എന്നെ പോലെ പ്രവാചകനെ നിനക്ക് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ കാത്തിരുന്ന്, മെസ്സിഹ വരുന്നു എന്ന് പറഞ്ഞ് കാത്തിരുന്ന്, ഓരോ യഹൂദ കുഞ്ഞുണ്ടാകുമ്പോഴും ഇത് മെസ്സിഹ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു സമൂഹത്തിലേ ഇല്ലാതിരുന്നു നമ്മൾ. നമുക്ക് ഇങ്ങനെ ഒരു മെസ്സിഹ വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തികച്ചും അന്യന്മാരായിരുന്നു നമ്മൾ. അപ്പോൾ അന്യന്മാരായിരുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് വളരെ ഭയങ്കരമായ മാറ്റമാണ് ഈ ക്രിസ്ത്യൻ സഭയിൽ ഉണ്ടാക്കിയത്. അതുവരെ യഹൂദന്മാരുടേത് മാത്രമെന്ന് വിചാരിച്ചിരുന്ന ഈ ഫെയ്ത്ത്, ഈ മെസ്സിഹ ശരിക്കും സകല ജാതികൾക്കും, അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, എന്താണ്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, സർവ്വലോകത്തിനും ഉണ്ടാകുന്നത്. അത് യഹൂദന്മാർക്ക് മാത്രമൊന്നല്ല. അപ്പം വെളിപ്പാടുകൾ പറയുന്നിടത്തെല്ലാം ഇത് സകല ജനത്തിനുണ്ടെങ്കിലും യഹൂദന്മാർക്ക് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അവിടെ ജാതികളിലേക്ക് ഇത് സ്പ്രെഡ് ആകുന്നതാണ് കൊർണേലിയോസിന്റെ കാലത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ടെൻഷൻസ് ഇതിനകത്ത് രൂപപ്പെട്ടു. യഹൂദ മതാനുസാരികൾക്ക് അത് പറ്റിയില്ല. അവർക്ക് ആ മതം പ്രധാനമായിരുന്നു. ആ മതത്തിലേക്ക് ഇവരെയും ചേർക്കണം, ഞങ്ങൾ പുലർത്തി വരുന്ന പാരമ്പര്യത്തിലേക്ക് ഈ പുതിയ വിശ്വാസികളും കടന്നു വരണമെന്ന് അവർ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് ജാതികളിടയിൽ ചെയ്ത ശുശ്രൂഷകളെ അവർ തടഞ്ഞു. അത് ദൈവികമല്ല എന്ന് അവർ വിശ്വസിച്ചു. കാരണം ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെളിയിൽ ഇടപെടും എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഉടമ്പടിയിലൂടെ വന്നവരല്ല. ഏത് ഉടമ്പടിയിലൂടെ വന്നവരല്ല? ഈ മോശയുടെ ഉടമ്പടിയിലൂടെ വന്നവരല്ല. നമ്മുടെ ആരുടെയും പൂർവ്വപിതാക്കന്മാർ എന്ത് ചെയ്തിട്ടില്ല? ചെങ്കടൽ കടന്ന് കനാൻ ദേശത്തേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും പൂർവികർ അങ്ങനെ വന്നിട്ടുണ്ടോ? എൻ്റെ പൂർവികൻ ഉറപ്പായിട്ടും പോയിട്ടില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. ഓക്കെ, എൻ്റെ പൂർവികന്മാരൊക്കെ എവിടെയൊക്കെ ഉള്ളവരായിരുന്നു. ചില ആൾക്കാർ പറയാറുണ്ട്, ഇന്ത്യയിൽ വന്ന് പണ്ട് നമ്പൂതിരിമാര്, അന്നൊന്നും നമ്പൂതിരിമാരില്ല. ഈ തോമസ് ലീഗ വരുന്ന സമയത്തൊന്നും കേരളത്തിൽ നമ്പൂതിരിമാരൊന്നും ഇല്ല. ആ നമ്പൂതിരിമാര് മാറ്റി നടക്കുക നമ്മൾ ചുമ്മാ അടിച്ചു വിടുന്നതാണ്. ഈ AD 10-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ഒരു നമ്പൂതിരി പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കഥ പറയുന്നവർക്ക് എന്തും പറയാം. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ജാതിയാണെന്ന് നമുക്കറിയാൻ മേല. ഏതൊരു ഒരു കാര്യം അറിയാമായിരുന്നു, ചെങ്കടൽ കിടക്കുമ്പോഴും മെരുകോമതി ഇടിയുമ്പോഴും നമ്മുടെ ഒരു പൂർവികനും അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല. അത് ഉറപ്പ്. അപ്പൊ നമുക്ക് ഈ മോശയുടെ കവനന്റ് അറിയില്ല, പരിച്ഛേദന അറിയില്ല, ദൈവം ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല, ജാതികളായിരുന്നു. അപ്പൊ ഏതോ ശിഷ്യന്മാർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ജാതിയെ അവർ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതോ കാലത്ത് ഏതോ കാരണന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവികന്മാര്
ബ്രാഹ്മണൻ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുള്ളതല്ലാതെ ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു റിസർച്ച് നടത്തിയായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പഴയ തോമസ് ലീ സ്ഥാപിച്ചെന്ന് പറയുന്ന 7 പള്ളികൾ, അവിടെ പല പള്ളികളിൽ ഞങ്ങൾ പോയി അവിടുത്തെ കാരണന്മാരെ കണ്ട് അവിടുത്തെ രേഖകളൊക്കെ പരിശോധിച്ച് ഇതെന്തൊക്കെയാ പരിപാടി എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കുറവിലങ്ങാട് പള്ളി ചെന്നപ്പം അവിടെ ഒരു ചരിത്ര എക്സ്പെർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു തിയറിയാണ് പറഞ്ഞത്. ഞാനത് ഇവിടെ പറയുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്, ഈ ഇതിന്റെ പണ്ടത്തെ കാലത്ത് പള്ളി എങ്ങനെയായിരുന്നു മീൻ മരച്ചു വെച്ചിരിക്കുമായിരുന്നെന്നും അത് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ പിന്നീടാണെന്നൊക്കെ പുള്ളി കുറെ പുസ്തകങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ട് അതിന്റെ പുസ്തകം എനിക്ക് തന്നു വിട്ടായിരുന്നു. അതൊക്കെ അതിലേക്കേ പോയി. അപ്പൊ ഈ 10ാം നൂറ്റാണ്ട് വരെ ഈ കേരളത്തിൽ ബ്രാഹ്മണ സമൂഹം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നെല്ലാം ബ്രാഹ്മണർ ഒന്നോട് കൂടിയത്. അപ്പൊ ഏതായാലും ബ്രാഹ്മണരൊന്നും. ഓക്കെ, എനിവേ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ജാതികൾ ഇതിനകത്തേക്ക് വന്ന് ചേർന്നു. അത് ആദിമ നൂറ്റാണ്ടിൽ തന്നെ ചേർന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 10ാം അധ്യായം വന്നപ്പോഴേക്കും സംഭവിച്ചു. അപ്പോൾ പൗലോസിന്റെ മിനിസ്ട്രി കാര്യമായി ചോദ്യം ചെയ്യപ്പെട്ടു. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഈ ഒരു നല്ല വെള്ള വസ്ത്രധാരിയായ ഒരു IPC-കാരൻ, തീവ്രവാദിയായ, നമുക്കറിയാലോ, നോർത്ത് ഇന്ത്യയിൽ ചെന്ന് അവിടെ കൈ വീശുമ്പോഴെല്ലാം അത്ഭുതം നടക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അപ്പൊ അവർ വന്നിട്ട് ഇവിടെ ഒന്ന് പറയാണ്, അവിടെ കുറെ ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യക്കാരാണ്, ഇവർ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മളെ പോലെ അല്ല. അങ്ങനെ ദൈവം പ്രവർത്തിക്കുമോ? അങ്ങനെ ദൈവം നമ്മുടെ ഇടയിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കാൻ സാധ്യത ഒന്നും ഇല്ലെന്നാണ് നമ്മുടെ ചിന്ത. അപ്പൊ അവരെ ക്രിസ്ത്യാനിയാക്കുന്നതിനും ഭാര്യയെ പോലെ ആക്കണം, നമ്മളെ പോലെ ആക്കണം, നമുക്കൊരു ചിന്ത ഉണ്ടാകും. അപ്പൊ അന്നത്തെ യഹൂദ മതാനുസാരികൾക്കും അതുപോലൊരു ചിന്ത ഉണ്ടായി. അപ്പൊ പൗലോസ് പറഞ്ഞു, ഒരു കാരണവശാലും ഈ യഹൂദവൽക്കരണം അനുവദിക്കില്ല. അത് അനുവദിച്ചു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ദൈവം സ്ഥാപിക്കാത്ത ഒരു മതം സ്ഥാപിക്കേണ്ടി വരും. മറ്റൊന്ന്, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പം അതിന്റെ കൂടെ ഒരു മത സംസ്കാരവും കൂടെ പ്രസന്റ് ചെയ്യേണ്ടി വരും. അതായത് യേശു ക്രിസ്തുവിനെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവന്റെ കൂടെ നമ്മുടെ മതത്തിന്റെ ചിട്ടകൾ കൂടെ കൊടുക്കേണ്ടി വരും. മിക്കവാറും ആൾക്കാരും ക്രിസ്തുവിനെ റിജക്ട് ചെയ്യുന്ന ക്രിസ്തുവിനെ വേണ്ടാഞ്ഞിട്ടല്ല, അതിന്റെ കൂടെയുള്ള ഈ മതചിട്ടകളുടെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞിടത്തൊന്ന് നിർത്തിയത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ മാത്രമല്ല കൊടുക്കുന്നത്, നമ്മുടെ ജീവിത രീതിയും ജീവിത ശൈലിയും നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ വർത്താന സ്റ്റൈൽ വരെ കൊടുക്കും. അവർക്ക് അങ്ങനെ ഒരു ബാഗേജ് താല്പര്യമില്ല. അവർക്ക് ക്രിസ്തുവിനെ വേണമെങ്കിലും നമ്മുടെ ബാഗേജ് അവർ വാങ്ങിക്കുന്നില്ല. അവർ വാങ്ങിച്ചാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിലും ട്രൈബിലും അവരുടെ കൂട്ടത്തിലും അവർ സ്ട്രേഞ്ച് സ്വഭാവമുള്ള, സ്ട്രേഞ്ച് വസ്ത്രധാരണ രീതികളുള്ള വ്യത്യസ്തരായ ആളുകളായി കാണപ്പെടും. നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ലെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ ഒറ്റപ്പെടുകയും അവർ പറയുന്ന ആരും കേൾക്കാതെ വരികയും അവർ ഏകാന്തവാസത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഊര് വിലക്കേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് ഊരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഈ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായപ്പോൾ ഇവര് വിവരമുള്ളവരായിരുന്നു, നമ്മളെ പോലുള്ളവരല്ലായിരുന്നു, കുറച്ചും കൂടി വിവരമുള്ളവരായിരുന്നതുകൊണ്ട്, പിടിവാശി അത്ര ഇല്ലായിരുന്നതുകൊണ്ട് ഇവര് എല്ലാവരും കൂടെ കൂടിച്ചേർന്നിരുന്ന് ഒരു കൗൺസിൽ കൂടി. അത് ഈ കൊർണേലിയോസിന്റെ കൺവേർഷന് ശേഷം ഉണ്ടായ അനന്തര സംഭവങ്ങളുടെ ഫലമാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 15ാം അധ്യായത്തിലാണ് ഈ കൗൺസിൽ, ജെറുസലേം കൗൺസിൽ എന്ന് പറയുന്ന കൗൺസിൽ നടക്കുന്നത്. അപ്പൊ ജെറുസലേം കൗൺസിൽ നടക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവരെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് കുറെ തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങള് അത് ഇവർ വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തു. പൗലോസിന്റെ മിനിസ്ട്രിയെ കുറിച്ച് കേട്ടു. പൗലോസ് ജാതികളുടെ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്ത അത്ഭുതങ്ങൾ, ജാതികളെ ചെയ്യിച്ച അത്ഭുതങ്ങളും അവർ വിവരിക്കുന്ന കേട്ടു. എല്ലാവരും പറഞ്ഞു നിർത്തിയപ്പോൾ യാക്കോബ് എഴുന്നേറ്റെന്ന് പറയുകയാണ്, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ സഹോദരന്മാർ എന്റെ വാക്ക് കേട്ടുകൊള്ളൂ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. അത് കൊർണേലിയോസിന്റെ കഥയാണ് അല്ലെ, ശീമോൻ വിവരിച്ചത്. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ, അതായത് നമ്മുടെ കൾച്ചർ കൊണ്ടുവന്ന് അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാതെ, നമ്മളെ പോലെ ആക്കാൻ ശ്രമിക്കാതെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിപ്പാൻ നാം അവർക്ക്
എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരും യവനന്മാരും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാകുവാൻ വേണ്ടി അവർക്ക് ഒഫൻസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ, അതായത് എന്തൊക്കെയാണത്? വിഗ്രഹമാലിന്യങ്ങൾ, അത് എന്തായാലും പറ്റത്തില്ല വിശ്വാസിക്ക്. പരസംഗം, അത് ഒരിക്കലും പറ്റത്തില്ല. ശ്വാസം മുട്ടി ചത്തത്, അതുപോലെ രക്തം എന്നിവ വർജിക്കണം. എന്തിനു വേണ്ടി വർജിക്കണം? ഈ 4 കാര്യങ്ങൾ മാത്രമാണ് വർജിക്കേണ്ടതായിട്ടുള്ളത് ജാതികളെന്ന് യാക്കോബ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതേ വാക്യം നമ്മൾ ഒരു പ്രസംഗ രൂപത്തിൽ അറിയിക്കുമ്പോൾ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 28-ാം വാക്യത്തിൽ, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും. അപ്പൊ ഇത്രയും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. വേറെ ഒരു കാര്യത്തിൽ നിങ്ങളെ അസഹ്യപ്പെടുത്തരുതെന്നും നിങ്ങളെ ഭാരപ്പെടുത്തരുതെന്നും ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയിരിക്കുന്നു. അപ്പൊ ജെറുസലേം കൗൺസിലിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിനെ സംസ്കാരത്തിൽ നിന്ന് വേർപെടുത്തി അവതരിപ്പിക്കാം എന്നുള്ള വലിയൊരു റെവല്യൂഷനാണ്. അതായത് നമുക്കറിയാം, ഈ വെസ്റ്റേൺ മിഷണറിമാര് എവിടെ ചെന്നാലും അവരുടെ ഒരു കൾച്ചർ സ്ഥാപിച്ചിട്ടുണ്ട്. മതം മാത്രമല്ല, വിശ്വാസം മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കൾച്ചറും കൂടെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വരുമ്പോൾ ഒരു ഇംഗ്ലീഷ് കൾച്ചർ അവർ സ്ഥാപിച്ചിട്ടാണ് പോയത്. അതുകൊണ്ടാണ് നമ്മൾ പാൻഡിടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പാൻറ് ഷർട്ട് ഇടുന്നത്, അല്ലെ? ഈ ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേ? ഈ സ്കൂള് തുടങ്ങിയത് അവരാ, വിദ്യാഭ്യാസം, വെസ്റ്റേൺ വിദ്യാഭ്യാസം. അപ്പൊ ശരിക്കും ഒരു സുവിശേഷം മാത്രമല്ല തന്നത്, ഒരു കൾച്ചറും കൂടെയാണ് തന്നത്. താങ്ക് യു പറയാൻ പഠിപ്പിച്ചവരാണ്, അല്ലെ? പല ചിട്ടകളും പഠിപ്പിച്ചവരാണ്. നമ്മൾ വെറും കാടന്മാരെ പോലെ ജീവിച്ചിരുന്നവരാണ് ഒരു കാലത്ത് പറഞ്ഞാൽ. അപ്പൊ അവരൊരു സംസ്കാരം ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈ സംസ്കാരത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ മറ്റുള്ളവർ ഒഫൻഡ് ചെയ്യുന്ന ഒരു വശമുണ്ട്. ഇപ്പൊ ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും ആർക്കും ഒഫൻസീവ് ഒന്നുമല്ല, അല്ലെ? താങ്ക് യു പറഞ്ഞത് അമേരിക്കക്കാരുടെ കൾച്ചറാണ്, അല്ലെ ബ്രിട്ടീഷുകാരുടെ കൾച്ചറാണ്, ഫൈൻ, നമുക്ക് അതിനകത്ത് ഒരു പ്രയാസമില്ല. അതുപോലെ വസ്ത്രധാരണത്തിനൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു സ്ട്രേഞ്ച് ആൾക്കാരായിട്ട് കാണപ്പെടും. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ലാത്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണപ്പെടും. എന്നാൽ അത് കൂടാതെ ആഹാര രീതികളിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഉദാഹരണത്തിന് ഇന്ത്യൻ ആഹാര രീതികളായിരിക്കില്ല ഇംഗ്ലീഷുകാരുടെ ആഹാര രീതികൾ, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ. അത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഈ ആഹാര രീതികൾ വളരെ ഒഫൻസീവായിട്ട് ഇന്ത്യക്കാരിൽ പലർക്കും അനുഭവപ്പെടും. അപ്പോൾ ആഹാര രീതികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നതും അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നതും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള മര്യാദകൾ നമ്മൾ പുലർത്തരുത്. അവരെല്ലാവരും ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സംസ്കാരം ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് അവരെ പ്രതിസന്ധിയിലാക്കരുത്. അവരെ എന്താ പറയുന്നത്, അവരുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയരുത്. അവർക്ക് അവരുടെ ഇടയിൽ വീണ്ടും സാക്ഷിയാകാനുള്ള ഒരു അവസരം നമ്മൾ നൽകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇത് ഈ ജെറുസലേം കൗൺസിൽ നമ്മുടെ തലയ്ക്കകത്തോട്ട് അടിക്കുന്ന വേറൊരു വെളിച്ചമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതം തീർന്നു പോയി എന്നുള്ളതാണ്. ശരിക്കും കാൽവരി ക്രൂശിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മതത്തിന്റെ അവസാനമായിരുന്നു. മതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ആ ദേവാലയത്തിന്റെ തിരശ്ശീല, കർത്താവ് മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ, താഴോട്ട് മുകളിലോട്ടല്ല, താഴേന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴെ വരെ കീറിപ്പോയി, പിളർന്നുപോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം എന്ത് ചെയ്തു? മനുഷ്യരും ദൈവവും തമ്മിലുള്ള അകലം അവസാനിപ്പിച്ചു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള തിരശ്ശീല എടുത്തു മാറ്റി. ഇനി കർത്താവിന്റെ അടുത്ത് എല്ലാം നമുക്ക് ആരുടെ സഹായം വേണ്ട. ആ തിരശ്ശീല മാറിപ്പോയതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് കൃപാസനത്തിലേക്ക് ധൈര്യമായിട്ട് പ്രവേശിക്കാൻ കഴിയും. അതിനൊരു മതത്തിന്റെ സഹായം നമുക്ക് ആവശ്യമില്ല. ഏതൊരാൾക്കും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അവന്റെ രക്തത്താൽ പിതാവിന്റെ പക്കലേക്ക് ധാരാളമായ പ്രവേശനം ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്തു? നമ്മൾ മതപരമായ റിക്വയർമെന്റ്, നമുക്ക് ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മതപരമായ റിക്വയർമെന്റ് വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങളൊരു പക്ഷേ ഇസ്ലാമിനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഓരോന്നിനും നിയമങ്ങളുണ്ട്. ബാത്റൂമിൽ പോകുന്നതിന് വരെ അതിന് പ്രത്യേകമായ എന്താ പറയുന്നത് ചൊല്ലിട്ടാണ് പോകാൻ പറ്റുന്നത്. ആഹാരം കഴിക്കുന്നതിന്, ഇരിക്കുന്നതിന്, എഴുന്നേൽക്കുന്നതിന്, എല്ലാം നടക്കുന്നതിന്, ഒരു വീട്ടിൽ പ്രവേശിക്കുന്ന എല്ലാത്തിനും അവർക്ക് നിയതമായ നിയമങ്ങളുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിക്ക് യാതൊരുവിധ നിയമങ്ങളില്ല. ഈ യാതൊരുവിധ നിയമങ്ങളില്ല എന്ന് തോന്നിയ പോലെ ജീവിക്കാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴേക്കും ആൾക്കാർ തെറ്റിദ്ധരിക്കുക, അയാൾ പറയുന്നത് എങ്ങനെ വേണം ജീവിക്കാൻ. അങ്ങനെയല്ല.
യാതൊരു നിയമങ്ങളും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വേദപുസ്തകം നമ്മുടെ ജീവിത ശൈലിയെ, ജീവിത വീക്ഷണത്തെ മാറ്റുന്നുണ്ട്, വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്, പാപത്തെ വെറുക്കുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷെ ജീവിത ശൈലി അധികം സ്പർശിക്കുന്നില്ല. എപ്പോൾ എഴുന്നേക്കണം എന്ന് പറയുന്നില്ല, എപ്പോൾ കിടക്കണം എന്ന് പറയുന്നില്ല, എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല, എത്ര നേരം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല, എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല. എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ പല എക്സാമ്പിൾസ് ഉണ്ടെങ്കിലും എന്ത് പ്രാർത്ഥിക്കണം എന്ന് എഴുതി തന്നിട്ടില്ല. യേശു കർത്താവ് പോലും പറഞ്ഞത് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ, ഇത് പ്രാർത്ഥിക്കാനല്ല. അപ്പൊ എങ്ങനെ നോക്കിയാലും എന്ത് ധരിക്കണം എന്ന് പറയുന്നില്ല, ഏത് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നില്ല. എവിടെ ചെന്നാലും ആരെയും ഞെട്ടിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്, ആരെയും എന്താ പറയുക കുഴപ്പത്തിലാക്കുന്ന വസ്ത്രങ്ങളും ധരിക്കരുത്, മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളതാൽ എന്ത് ധരിക്കണം എന്ന് പറയുന്നില്ല. കല്യാണം എങ്ങനെ നടത്തണമെന്നില്ല, ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്നില്ല, ഞായറാഴ്ച സർവീസ് എങ്ങനെ ചെയ്യണമെന്നില്ല, സത്യം പറഞ്ഞ ഒന്നുമില്ല. എന്ത് ആഹാരം കഴിക്കണമെന്നില്ല, ഏത് ദിവസം ഏത് ആഹാരം കഴിക്കണമെന്നില്ല, പ്രാർത്ഥിക്കുന്ന എത്ര നേരം, ഏതെങ്കിലും ഒരു മതം നോക്കിയാൽ അവിടെ എന്താണോ ബൈബിളിൽ, പുതിയ നിയമത്തിലില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഷ്കർഷകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ദൈവം വേറൊരു ആത്മാവിന്റെ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ആത്മാവിന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മോട് ആവശ്യപ്പെടാതെ തന്നെ, അതായത് ഇത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് പറയാതെ തന്നെ ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാതെ തന്നെ തക്ക സമയത്ത് ആത്മാവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അതുപോലെ എന്ത് കഴിക്കണം എന്നുള്ളത്, അതാ ഞാൻ പറഞ്ഞു വന്നത്. ശരി, എന്ത് കഴിക്കണം എന്നുള്ളതും ആത്മാവ് തക്ക സമയത്തുള്ള ഗൈഡൻസിനാൽ നമ്മളെ നടത്തും. അതിനർത്ഥം ഒരു അവിശ്വാസിയുടെ അടുത്ത് പോയി ആഹാരം കഴിക്കുമ്പോൾ അവൻ ഒഫൻസീവ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ച് അവൻ ഇടർച്ച ഉണ്ടാക്കരുത്. അതുകൊണ്ട് റോമാലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു, മാംസം കഴിക്കുന്നതും വീഞ്ഞു കുടിക്കുന്നതും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതിരിക്കുന്നതും നല്ലത്. അതിനർത്ഥം നമ്മുടെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള സഹോദരനെ സംബന്ധിക്കുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ റൂൾസ് ഉണ്ടാകുന്നത് ദൈവം നമ്മുടെ മേൽ തരുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം മൂലമുള്ള റൂളാണ്. അപ്പൊ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ബൈബിൾ വായിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നതുകൊണ്ടാണ് വായിക്കുന്നത്, നിയമം ഉള്ളതുകൊണ്ടല്ല. എനിക്ക് കർത്താവിനോട് ഇരിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവന്റെ കൂടെ കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, പ്രസംഗിക്കാൻ, വചനം പറയാനൊക്കെ പോകുന്നത് എനിക്ക് അവനോടുള്ള സ്നേഹമാണ്. അപ്പോൾ ജെറുസലേം കൗൺസിൽ അവരുടെ തീരുമാനം ഒരു കാരണവശാലും ജാതികളിൽ നിന്ന് വന്നവരെ അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ അവർ വിട വാങ്ങി. 20-ാം ഇത് പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. അങ്ങനെ അവർ വിട വാങ്ങി അന്തോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു. അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളാണെങ്കിൽ ആശ്വാസം ഒന്നും നോക്കുകയില്ല. അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സഭ തുടങ്ങും, അല്ലെ? യഹൂദന്മാരോട് പോയി പണി നോക്കാൻ പറ. നമുക്ക് നമ്മുടെ ജാതികളുടെ സഭ, പൗലോസിന്റെ നേതൃത്വത്തിൽ, പുതിയ ബിഷപ്പ് പൗലോസ്, മറ്റേത് പത്രോസൊക്കെ, അത് അവരുടെ സംഘം. അങ്ങനെ അതിനല്ലേ നമ്മളാണെങ്കിൽ പെട്ടെന്ന്. പക്ഷെ ഇവരെന്തല്ല ചെയ്ത്, ഇവര് പിരിഞ്ഞു പോകില്ലായിരുന്നു, പല ഗ്രൂപ്പുകളായി തിരിഞ്ഞില്ല. ജാതികളുടെ വിഭാഗങ്ങളെ ചേരുന്നതിനോട് പത്രോസിനോടൊക്കെ മറ്റേ അപ്പോസ്തലന്മാർക്കും മറ്റാൾക്കാർക്കും ഒക്കെ ആദ്യമൊക്കെ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരാരും പിരിഞ്ഞു പല ഗ്രൂപ്പുകളായില്ല. അവരവിടെ ചെന്ന് ഈ അപ്പോസ്തലന്മാരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ സമ്മതിച്ചപ്പോൾ ഇത് വലിയൊരു ആശ്വാസമായിട്ടാണ് ഈ ജനം ഏറ്റെടുത്തത്. ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. കാരണം അല്ലെങ്കിൽ രണ്ടാകാൻ പറ്റത്തില്ലല്ലോ. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ അടുത്ത് ഛിദ്രമില്ല. ഓക്കെ, അപ്പോൾ യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. അപ്പോൾ ഈ ആളുകൾ ഈ ലേഖനം വായിച്ചു കേൾപ്പിച്ചു. അവരെ അയച്ചവരുടെ അടുത്തേക്ക് അവർ തിരിച്ചുപോയി. അവരെല്ലാം വളരെ നല്ല റിപ്പോർട്ട് അവിടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ വചനം സ്പ്രെഡ് ആകുന്നത്, ജാതികളിലേക്ക് ഇത് വളരെയധികം വ്യാപരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്, അതായത് അപ്പോസ്തല പ്രവർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൊർന്നേലിയോസിന്റെ കൺവേർഷൻ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അപ്പോസ്തലിക ശുശ്രൂഷകളിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 9-ാം അധ്യായത്തിലെ പൗലോസിന്റെ കൺവേർഷനാണ്. ഈ പൗലോസിനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ മിറക്കിളാണ്. പൗലോസിന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു യേശുവിന്റെ ശിഷ്യനാണ്. സത്യം പറഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞാലും എനിക്കൊരു ഉപദേശിയായിട്ട് എന്നെ സങ്കല്പിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഈ ഉപദേശി ആകുന്നതിന്റെ തലേദിവസം വരെ അതാണ്. അതായത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ എനിക്ക് എന്നെ ഒരു ഉപദേശിയായിട്ടോ ഒരു സുവിശേഷക്കാരനായിട്ടോ എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മിക്കവാറും എല്ലാവരുടെ അനുഭവം അങ്ങനെ തന്നെയായിരിക്കും. പൗലോസിനെ സംബന്ധിച്ചത് ശരിയാണ്. പൗലോസിന് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല അവന് മേൽ എന്താ വരാൻ പോകുന്നത്. കാരണം ദൈവത്തെ പ്രസാദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അവൻ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുകയും നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ഞാനാണെന്നുള്ള ശബ്ദം കേൾക്കുകയും അവൻ ജീവിതകാലം മുഴുവൻ ഈ കർത്താവിന്റെ ഒരു അടിമയായി മാറുകയും ചെയ്യുന്നതാണ്. പൗലോസ് എന്ന് പറയുന്ന ആള്, ഞാൻ എപ്പം പൗലോസിന്റെ കഥ വായിച്ചാൽ എനിക്ക് ഉള്ളിൽ വിങ്ങൽ തോന്നും, ഒരു കരച്ചിലിന്റെ വിങ്ങൽ തോന്നും. കാരണം ഇതുപോലെ കർത്താവിന് വേണ്ടി ഭ്രാന്തനായി നടന്ന ഒരാളില്ല. ഇത്രയും ഭ്രാന്തമായിട്ട് ആരെങ്കിലും കർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പൗലോസ് ആദ്യകാലത്ത് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു എന്നുള്ള ഒരു വേദന മരിക്കുന്നവരെ പൗലോസിനുണ്ടായിരുന്നു. ഈ മരിക്കുന്ന സമയം വരെ, അതായത് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വരെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് യാതൊരു യോഗ്യതയില്ല, കാരണം ഞാൻ അവനെ ആക്രമിച്ചവനാണ്, അവന്റെ ശരീരത്തെ ഉപദ്രവിച്ചവനാണ്. ആ വേദന അവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരിക്കലും അവൻ അഹങ്കരിക്കാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുമ്പോൾ അതിന്റെ കൂടെ ആ ഗിൽറ്റും നമുക്കങ്ങ് പോകണം. അതായത് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പല സഹോദരന്മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഗിൽറ്റിനെ കുറിച്ച്. പാപബോധവും കുറ്റബോധവും രണ്ടും രണ്ടാണ്. പാപബോധം എന്ന് പറയുന്നത് നമ്മളെ കർത്താവിലേക്ക് നയിക്കും. എന്നാൽ കുറ്റബോധം മിക്കവാറും നമ്മളെ പിശാചിന്റെ അടുത്തേക്കാണ് കൊണ്ടു ചെല്ലുന്നത്. പാപബോധം എന്ന് പറയുന്നത് ഞാൻ പാപിയാണ്, പാപം ചെയ്തു എന്നുള്ള ബോധമാണ്. എന്നാൽ കുറ്റബോധം എന്ന് പറയുന്നത് ഗിൽറ്റിയാണ് എന്നുള്ള ഫീലിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ ഗിൽറ്റ്, നമ്മുടെ കുറ്റങ്ങൾ എല്ലാം കർത്താവ് അവന്റെ ക്രൂശിൽ വഹിച്ചു എന്ന് നമുക്കറിയാം. അവന്റെ അടുക്കൽ നമുക്ക് പാപക്ഷമയുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ചില സമയത്ത് നമുക്ക് ആ പാപക്ഷമയിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ദൈവം ശരിക്കും എന്റെ പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത എന്റെ പാപങ്ങൾ അങ്ങനെ അങ്ങ് തീരുവോ? ഞാനൊരു പാപി തന്നെയല്ലേ? ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആളല്ലേ? എന്നെ കർത്താവ് എത്ര വർഷം കഴിഞ്ഞാൽ അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം ഉള്ള പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ദുർമനസാക്ഷി എന്നാണ്. ഭയങ്കര മനസാക്ഷിയാണ്, പക്ഷെ അത് ദുർമനസാക്ഷി. എന്റെ മനസാക്ഷി എന്നെ വല്ലാതെ കുറ്റം വിധിക്കുകയാണ്, എന്നെ തളർത്തി കളയുകയാണ്. അതിനെ നമ്മൾ ദുർമനസാക്ഷി, ഗിൽറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ദുർമനസാക്ഷിയിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ രക്തം തളിക്കപ്പെടുമ്പോൾ ദുർമനസാക്ഷി നീങ്ങുന്നു. എങ്ങനെ നീങ്ങുന്നത്? അവൻ നമ്മുടെ കുറ്റത്തെ നീക്കി, കുറ്റപത്രം എടുത്ത് മാറ്റി, നമ്മുടെ എല്ലാ പാപങ്ങളെയും നമ്മളോട് ക്ഷമിച്ച് നമ്മുടെ പേരിലുള്ള അക്കൗണ്ട് കടച്ചിട്ട് കീറിക്കളഞ്ഞു. ആ ഒരു വിശ്വാസമാണ് എന്നെ ഗിൽറ്റിൽ നിന്ന് രക്ഷിക്കുന്നത്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച്, പൗലോസ് ജീവിതാന്ത്യം വരെ ഈ കുറ്റം ചെയ്ത ആളെന്നുള്ളൊരു ഫീലിംഗ് പൗലോസിനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പൗലോസിന് ഈ കുറ്റബോധം വേണ്ടായിരുന്നല്ലോ. കാരണം ഈ കുറ്റബോധം വരുമ്പോൾ നമ്മളെ സാത്താനാ കുത്തുന്നത്. ആരാ കുത്തുന്നത്? കുറ്റബോധം വരുമ്പോൾ സാത്താൻ. നിന്നോടൊന്നും ദൈവം ക്ഷമിക്കത്തില്ലടാ, നീ ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നോടൊക്കെ ദൈവം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ ചെയ്ത തെറ്റ്. ഇങ്ങനെ പറഞ്ഞ് ഒരു എക്സ്ട്രീം കുറ്റബോധത്തിലേക്ക് പലപ്പോഴും നയിക്കപ്പെടാറുണ്ട്.
അപ്പൊ എക്സ്ട്രീം കുറ്റബോധത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും സാത്താൻ നമ്മളെ ബന്ധിക്കുകയാണ്. എങ്ങനെ ബന്ധിക്കുകയാണ്? കർത്താവിനെ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ തീർന്നു എന്നുള്ള ഒരു കള്ളം എൻ്റെ ഉള്ളിലേക്ക് സാത്താൻ കടത്തിവിടുകയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്നെ കുത്താൻ സാത്താന്റെ ദൂതനുണ്ട്. എന്തിനെ കുറിച്ചാണ്? ഒരു ഗിൽറ്റ് കിടക്കുകയാണ്. ആ ഗിൽറ്റ് എന്ന് പറയുന്നത് പെർമിറ്റഡ് അല്ല സാധാരണഗതിയിൽ. എനിക്ക് ദൈവത്തോട് പറയാം, കർത്താവെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദന എടുത്തു കളയണേ. പൗലോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടും പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ മകനാണ്, എനിക്ക് നിന്നോട് ഭയങ്കര കൃപയുണ്ട്, അത് മതി. അപ്പൊ പൗലോസ് ജീവിതകാലം മുഴുവൻ ബ്രോക്കൺ ആയിരുന്നു, തകർന്നവനായിരുന്നു. അവൻ ആരുടെ മുമ്പിൽ അഹങ്കരിക്കാൻ പറ്റത്തില്ലായിരുന്നു. വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ആളാണെന്നുള്ളൊരു ഭാവം അവനില്ലായിരുന്നു. അപ്പൊ അവന് ഓർമ്മ വരും, ഞാൻ ഒരു വൃത്തികെട്ടവനായിരുന്നു, ഞാൻ എന്തുമാത്രമാണ് എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഉപദ്രവിച്ചത്, അവന്റെ സഭയെ മുടിക്കാൻ വേണ്ടി പാഞ്ഞു നടന്നത്. ഇത് പൗലോസിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പം അവൻ തകർന്നവനായിരിക്കുമായിരുന്നു. എന്താണ് ഈ പൗലോസിനെ കുത്താൻ വേണ്ടി വന്ന മുള്ള്, എന്താ പറയുന്നത്, ശൂലം എന്ന് ഒരു വശത്തുകൂടെ ഞാനൊന്ന് വ്യാഖ്യാനിച്ചു പോയതാണ്. ഇനി അതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആയിക്കൂടാ എന്നുമില്ല. ഞാൻ നോക്കിയിട്ട് വലിയ തലക്കേടില്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അതും ഇതും കൂടെ ചേർത്തങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചില ആൾക്കാർ പറയും, ഇയാൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഈ കുത്തുന്ന ശൂലത്തെ കുറിച്ച്. അല്ല, ഇങ്ങനല്ല ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ആകാമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. ഇങ്ങനെയും ആകാം, എങ്ങനെയും ആകാം. ഇതൊരു പോസിബിലിറ്റിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുന്നത്, യോഗ്യരല്ല എന്ന് കാണുമ്പോൾ, ആ യോഗ്യരല്ല എന്ന് പറഞ്ഞ് നീ കർത്താവ്, ഇത് ആ കുത്ത്, സാത്താന്റെ കുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അക്യൂസറുടെ കുത്താണ്. സൈറ്റൻ ഈസ് ആൻ അക്യൂസർ. അക്യൂസറുടെ കുത്താണ് ഇവൻ കൊള്ളുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഇനി അക്യൂസർ പല രീതിയിൽ വരാം. ഞാൻ അതിനൊരു രസകരമായ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ആന്ധ്രാപ്രദേശിലെ മിനിസ്ട്രി കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ഡൈലമ എന്ന് പറയുന്നത്, എനിക്കൊരു പ്രൊമോഷൻ ആയിരുന്നു കേരളത്തിലോട്ടുള്ള യാത്ര. സാധാരണ നമുക്ക് പ്രൊമോഷൻ അല്ലേ കിട്ടുന്നത് നമ്മുടെ ജോലിയില്, അല്ലെ? പാസ്റ്റർമാരായാലും മിക്കവാറൊക്കെ പ്രൊമോഷനാണ് കിട്ടുന്നത്. ചെറിയ സഭയിൽ നിന്ന് വലിയ സഭയിലേക്ക്, പിന്നെ സെൻട്രൽ പാസ്റ്ററിലേക്ക്, പിന്നെ വലിയ വലിയ പാസ്റ്റർമാരിലേക്ക്, അങ്ങനെ പ്രൊമോഷനാണ് കിട്ടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു പ്രൊമോഷനാണ് കിട്ടിയത്, ഡിമോഷൻ. അതായത് മിഷണറി ആയിരുന്ന ഞാൻ, മിഷൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ, ഒരു ഉപദേശിയായി, സാധാരണ മലയാളത്തിൽ ഉപദേശിമാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത ഈ സ്ഥലത്ത് മിഷണറി ആയി പോയ ഞാൻ മടങ്ങി വന്നിരിക്കുന്നു. ഈ മിഷണറി മടങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവന്റെ കമ്മിറ്റ്മെന്റിന് എന്തോ ഒരു വെള്ളം വീണ പോലത്തെ ഒരു അവസ്ഥയാണ്. സോ ദാറ്റ് മീൻസ് എസെൻഷ്യലി എ പ്രൊമോഷൻ. ഇനി പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഞാനും വല്ല ഈജിപ്തിലേക്കോ സിറിയയിലേക്കൊക്കെ പോകണം. അപ്പൊ നിങ്ങൾ പറയും, ഓ ജയ്സ് പാസ്റ്റർ ഈജിപ്തിലാണ് അല്ലെ സിറിയയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതൊരു പ്രൊമോഷനാണ് അല്ലേ? ആണോ? അപ്പൊ ഞാനിവിടെ വന്നപ്പോഴേ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ കർത്താവ് എന്നെ വിളിച്ചതാണ്. അപ്പൊ എനിക്ക് അറിയാം കർത്താവ് വിളിച്ചതാണ്, അപ്പൊ എനിക്ക് ഇട്ടിട്ട് പോരണമെന്നില്ലേ. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങള് ആന്ധ്രയിൽ പോയപ്പോഴെല്ലാം എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമാണ്, എൻ്റെ കർത്താവ് ഇവിടെ ഒന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം അതുപോലെ ചുറ്റും ആളുകളാണ്, സഹോദരങ്ങൾ, ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചവര്. അവരെ ഇട്ടിട്ട് പോന്നല്ലോ എന്നുള്ളൊരു വേദന മാനുഷികമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഞാനിവിടെ വന്നപ്പോ എന്നോട് ഒരാൾ സംസാരിക്കുകയാണ്, ഇത്തിരി സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു, വചനം പ്രസംഗിക്കാൻ. അടുത്ത ചോദ്യം, വചനം പ്രസംഗിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ കേട്ടില്ലെങ്കിലോ? കാരണം ഇവിടെ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, കേട്ടില്ലെങ്കിലോ? ആലോചിച്ച് നോക്കണേ, കുത്ത എവിടെ നിന്ന് വരുന്നത്? അപ്പോ എൻ്റെ ഉള്ളിൽ മനസ്സിലായി, കേട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യെങ്കിൽ ദൈവം എന്നെ വിളിച്ചതല്ലോ, അല്ലെ? ഇപ്പൊ ആൾക്കാർ കേട്ടില്ലെങ്കിൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവം വിളിച്ചാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല, കേട്ടില്ലെങ്കിൽ കേൾക്കണ്ട, കർത്താവ് എന്നെ വിളിച്ചാണ്, അവൻ ആരെ കൊണ്ടെങ്കിലും കേൾപ്പിക്കുവാണെങ്കിൽ കേൾപ്പിച്ചോളും. ഇതിനെന്ത് മറുപടി പറയും? കുറ്റം പറയാൻ പറ്റുന്നില്ല. എന്ത് പറയാറുന്ന കുറ്റം പറയാമായിരുന്നു?
അയ്യോ എങ്ങനെയെങ്കിലും കേൾപ്പിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളും, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ചർച്ചകളിൽ ചേർന്നങ്ങ് പ്രസംഗിക്കും, എങ്ങനെയെങ്കിലും ആൾക്കാർ കേൾപ്പിക്കും, ഞാൻ അത് വിസിബിൾ ആക്കാൻ വേണ്ടി അഡ്വർടൈസ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ആൾക്കാർ കേട്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കർത്താവ് വരാൻ പറഞ്ഞു, വന്നു പോയി, അത്രേ ഉള്ളൂ. ഉടനെ ഈ പുള്ളി എന്നോട് പറയുക, കേൾവിക്കാരെ കുറിച്ചൊരു ഭാരവും ഇല്ലാതെ എങ്ങനെ ശുശ്രൂഷ ചെയ്യാനാ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞാലും കുത്താൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പല കോൺവെർസേഷനും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ കുത്താൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുത്താൻ കിട്ടിയില്ലെങ്കിൽ പുള്ളി വളഞ്ഞ വഴിയിലൂടെ ഒന്ന് കുത്തും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചൊന്നുമില്ല, കാരണം എനിക്കറിയായിരുന്നു എന്നോട് കർത്താവ് അയാളെ സ്നേഹിക്കാനല്ലാതെ ഒന്നും പറയല എന്നുള്ള കാര്യം. എത്ര ചോദിച്ചാലും ആ കുത്ത് ഞാൻ കൊണ്ടേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരാൾക്ക് 100 രൂപ അല്ല വേണ്ട, ഫാസ്റ്റ് പറയാണ്, നമുക്കൊരു ഫണ്ട് ഉണ്ട്. ഈജിപ്തിലോട്ട് ആരോ പോകുന്ന കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഫണ്ട് ഉണ്ട്, നമുക്കത് മിഷൻ ഫണ്ടിന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാള്, നിങ്ങളുടെ ദീർഘമല്ലേ, ദീർഘം അല്ലേ, ഈ ദീർഘമല്ലേ, ഓക്കെ, ഒരു 500 ദീർഘം എടുത്ത് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോ ഒരുത്തൻ പറയും, അവൻ ഒരു 500 ദീർഘം കൊടുത്തേക്കുന്ന അത്രയും പൈസ ഉള്ളത് ആ ഒരു കുറ്റം. 1000 ദീർഘം കൊടുത്തെന്ന് വിചാരിച്ചോ, അന്നേരം അവർ അതേ ആൾക്കാർ പറയും, അവൻ അഹങ്കാരം കാണിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഇത് 1000 എന്ന് പറയും. ഇത് തിരിച്ചും മറിച്ചും പറയും. അത് എന്തിനാ പറയുന്നത് വെച്ചാൽ അവർക്ക് എന്തായാലും ഒരു കുറ്റം പറഞ്ഞേ പറ്റൂ. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ അത് ചെയ്താലും പറയും, ഇത് ചെയ്താലും പറയുമായിരുന്നേനെ. ശരിയാണോ? ഇവരെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ദോഷൈക ദൃക്കുകൾ എന്നാണ്. അതൊരു വലിയ മലയാളം പ്രയോഗമാണ്, ദോഷൈക ദൃക്കുകൾ. ഓക്കെ, ഇങ്ങനെ കുത്താൻ വേണ്ടിയുള്ള കുറെ ആളുകളെ നമ്മുടെ ഇടയിൽ തന്നെ കർത്താവ് വിട്ടിട്ടുണ്ടാവും. നമുക്ക് മറ്റു വല്ല സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ വരാണെങ്കിൽ പറഞ്ഞു പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് വിടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, യൂതായെ കൊണ്ടു നടന്ന ഒരു കർത്താവല്ലേ നമ്മുടെ കർത്താവ്. അപ്പൊ ഈ കുത്തും കൊണ്ട് ഇവനെ കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മളോട് ദൈവം പറയുന്നതാണ്. അപ്പൊ ഞാൻ പറയാം, എന്റെ കർത്താവ് ഇവനെ ഒന്നും ഒഴിവാക്കി തന്നെ. കർത്താവ് നോ വേ, നീ അവന്റെ കുത്ത് കൊണ്ടിട്ട് എന്റെ കൃപ ചോദിച്ചാൽ മതി. ഇങ്ങനെയും ആകാം. ഇങ്ങനെ പല പല രീതിയിൽ ആ പൗലോസിന്റെ കുത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ അതൊരു ഫിസിക്കൽ സിക്നസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് സാത്താൻ വന്ന് കുത്തേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മളൊക്കെ രോഗമൊക്കെ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നവരല്ലേ. സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദൈവം എന്നാലും എന്നെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയല്. അപ്പൊ അതുകൊണ്ട് സാത്താനും എന്റെ കുത്താൻ ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ ഈ സന്ദർഭവശാൽ പറഞ്ഞു വന്നേ ഉള്ളൂ പൗലോസിന്റെ ലൈഫിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഈ പൗലോസ് യഹൂദന്മാർക്ക് ഒരു ഭയങ്കര സ്നേഹമുള്ള ഒരാളായിരുന്നു പൗലോസ്. യഹൂദ മതാനുസാരിയായിരുന്നല്ലേ, ഭയങ്കര വാത്സല്യവും സ്നേഹമായിരുന്നു പൗലോസിന് യഹൂദന്മാരോട്. എന്നാൽ കർത്താവ് അവനെ യഹൂദന്മാരടുത്തേക്ക് വിട്ടിട്ടില്ല. അതൊരു വലിയ പാഠമാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കല്ല കർത്താവ് നമ്മളെ വിടുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, യഹൂദന്മാരുടെ ഇടയിലേക്ക് പൗലോസിനെ വിട്ടിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ട് തുള്ളിച്ചാടി പൗലോസ് അവരുടെ വർക്ക് ചെയ്തേനെ. അത് ബുദ്ധിപരമായിട്ട് നോക്കിയാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നേനെ. കാരണം എന്താ, പൗലോസിന് വേദശാസ്ത്രം അറിയാം, പഴയ നിയമ പ്രമാണങ്ങൾ അറിയാം, യഹൂദ മതത്തിന്റെ ചട്ടങ്ങൾ അറിയാം, അവരോട് സംസാരിക്കാൻ അറിയാം, വാക്സാമർത്ഥ്യമുണ്ട്, ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ പൗലോസ് അവനൊട്ടും സ്നേഹമില്ലാതിരുന്ന ജാതികളുടെ അടുക്കിലേക്ക് വിട്ടു. അവനെ തകർത്ത് തരിപ്പണമാക്കി. അവന്റെ ജ്ഞാനം പ്രയോജനമില്ലാതായി, അവന്റെ കുടുംബം പ്രയോജനമില്ല, അവന്റെ വളർച്ച പ്രയോജനമില്ലാതായി, അവന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രയോജനമില്ലാതായി, അവൻ ശൂന്യനായി, ഒരു അടിമയായി, കർത്താവ് എങ്ങോട്ട് പറപ്പിച്ചാലും പോകുന്ന രീതിയിൽ അനുസരണയുള്ള ഒരു ഇണങ്ങിയ ആയുധമായിട്ട് പൗലോസിനെ കർത്താവ് മാറ്റി. ഇത്രയും ദൈവത്തിന് എങ്ങോട്ട് വേണേലും പറപ്പിക്കാവുന്ന ഒരാളെ പൗലോസ് അല്ലാതെ വേറെ ആരും നമുക്ക് കാണാൻ പറ്റും. പൗലോസിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് തന്നെ. പ്രത്യേകിച്ച് അഗബോസ് പ്രവചിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. പൗലോസിനോട് കർത്താവ് പറഞ്ഞിട്ടാണ് പൗലോസ് പോകുന്നത്. എങ്ങോട്ട് പോകുന്നത്? യെരുശലേമിലേക്ക് പോകുന്നത്. അഗബോസ് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിരുന്നില്ല. ദാറ്റ് വാസ് ഹിസ് ക്രേസിനെസ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാഡ്, ദൈവത്തിന് വേണ്ടി ആൾക്കാർ അന്തം വിട്ടുപോകുന്ന രീതിയിൽ തന്നെത്താൻ വിട്ടുകൊടുക്കുക, തന്നെത്താൻ ഉപേക്ഷിച്ച് കളയുക. ആ ഒരു പ്രോസസ്സാണ് പൗലോസിന്റെ ലൈഫിൽ നമ്മൾ ത്രൂ ഔട്ട് കാണുന്നത്. ഇനി ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ പൗലോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഇന്നത്തെ അഭിഷിക്തന്മാരെന്ന് വിളിക്കുന്ന കുറെ ന്യൂ ജനറേഷൻ ലീഡേഴ്സ് ഉണ്ട്.
നമ്മൾ അവരുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുയായികൾക്ക് ഭയങ്കരമായ ദേഷ്യം വരും. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കും അവരുടെ അനുയായിയോട്. അവരുടെ തോക്കുണ്ടെങ്കിൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. അത്രയും ദേഷ്യമാണ് ഈ ന്യൂ ജനറേഷൻ യജമാനന്മാരുടെ അടിമകൾക്ക് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തെറ്റാണെന്ന് പറയുമ്പോൾ തോന്നുന്നത്. കാരണം അവരൊരു ഭയത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അഭിഷിക്തന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ നിങ്ങൾ നശിച്ചു പോകുമെന്നൊരു പ്രമാണം ഇവർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രമാണത്തില്? അഭിഷിക്തൻ ക്രിസ്തുവാണ്. നമുക്ക് എല്ലാവർക്കും അഭിഷേകമുണ്ട്. യേശു ക്രിസ്തുവിനെ നേരെ നിങ്ങൾ ചൂണ്ടിയാൽ നിങ്ങൾ നശിച്ചു പോവുള്ളൂ. കാരണം നിങ്ങളെ രക്ഷിക്കാൻ കർത്താവല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ എനിക്ക് നേരെ, ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ നിങ്ങൾ നശിക്കൊന്നുമില്ല. കാരണം ഞാനും നിങ്ങളെപ്പോലൊരു സഹോദരനാണ്. കൃപാവരങ്ങളാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഇടയ ശുശ്രൂഷ വരം, ഉപദേഷ്ടാവിന്റെ വരം, സുവിശേഷം, കൃപാവരങ്ങൾ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്കെല്ലാം കൃപാവരങ്ങളാലാണ് ശുശ്രൂഷ, അഭിഷേകത്താലല്ല. അഭിഷേകത്താലുള്ള ശുശ്രൂഷ പഴയ നിയമത്തിലായിരുന്നു. പുതിയ നിയമത്തിൽ അഭിഷിക്തൻ ക്രിസ്തുവാണ്. നമുക്കെല്ലാം ക്രിസ്തുവിന്റെ അഭിഷേകമാണ് ലഭിച്ചത്. നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടോ? ക്രിസ്തുവിന്റെ അഭിഷേകമുണ്ടോ? ഹി ഈസ് ദ അഭിഷിക്തൻ. ഹി ഈസ് ദ അനോയിന്റഡ് വൺ. അനോയിന്റഡ് വൺ. അഭിഷിക്തൻ എന്നുള്ളതിന്റെ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നും അഭിഷിക്തൻ എന്നുള്ളതിന്റെ ഹീബ്രു മെസ്സിഹ എന്നുമാണ്. ഓക്കെ, നമുക്കത് അവിടെ നിർത്താം. അപ്പോൾ പൗലോസിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അവൻ ക്രിസ്തുവിന് വേണ്ടി എന്തുമാകാൻ ഇടയായി എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. അതായത്, വാട്ട്സ് ദ യുണീക്ക് എലമെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി? ഹൗ ഈസ് ക്രിസ്ത്യാനിറ്റി ഡിഫറെന്റ് ഫ്രം ഓൾ അതർ റിലീജിയൻസ് ഓഫ് ദ വേൾഡ് ഓർ ഫിലോസഫീസ് ഓഫ് ദ വേൾഡ്? അത് പൗലോസാണ് ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ജ്ഞാനത്തെ അബലമാക്കി അവന്റെ ബുദ്ധിയിലേക്ക് കർത്താവിന്റെ ജീവനെ പകർന്നപ്പോൾ പൗലോസിന് മാത്രമേ അത് പ്രോപ്പർ പെർസ്പെക്റ്റീവിൽ കർത്താവിന്റെ കൃപ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനത് എന്തുകൊണ്ട് അങ്ങനെ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും ബൈബിൾ കോളേജിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത് വരുന്നവർക്ക് ഈ പൗലോസിനെ മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ്. ഈ പൗലോസ് പല സ്ഥലത്തും പല കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അയാള് പൗലോസിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് ഡോക്ടറേറ്റ് ഉള്ള ആൾ. അവർ ഡോക്ടറേറ്റിന് പഠിച്ച പൗലോസിന്റെ മനഃശാസ്ത്രം. ഈ പൗലോസിനെ പോലെ അപമാനിക്കപ്പെട്ട, എന്തുകൊണ്ടാണ് പൗലോസ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് തോന്നുന്നത്? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ പൗലോസും യാക്കോബും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? പൗലോസ് സൗജന്യമായ കൃപയെക്കുറിച്ചും വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചും പറയുമ്പോൾ യാക്കോബ് പ്രവൃത്തികളാലുള്ള രക്ഷയെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യാക്കോബ് ഒരിക്കലും പ്രവൃത്തിയാലുള്ള രക്ഷയെക്കുറിച്ച് പറയുന്നില്ല. യാക്കോബ് പറയുന്ന പ്രവൃത്തികൾ ഉളവാക്കുന്ന യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ചാണ്. ഇനി പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ചുള്ളത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. ഈ പൗലോസിന്റെ അപ്പോസ്റ്റലിസിറ്റിയെ കുറിച്ച് പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. നമ്മുടെ സഹോദരനായ പൗലോസ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ പത്രോസ് പറഞ്ഞതും പൗലോസ് പഠിപ്പിച്ചതല്ല ഒന്നും തന്നെയാണെങ്കിൽ പൗലോസ് ജാതികളുടെയും പത്രോസ് യഹൂദന്മാരുടെ ഇടയിലുമാണ് ശുശ്രൂഷിച്ചത്. അപ്പൊ ശരിക്കും കർത്താവിന്റെ ഒരു ശുശ്രൂഷക്കാരൻ എങ്ങനെ ആകണമെന്നുള്ളതിന്റെ, എന്തുമാത്രം അവൻ സ്വന്തത്തെ നഷ്ടപ്പെടുത്തണമെന്നുള്ളതിന്റെ ഒരടയാളമാണ് പൗലോസ്. അവൻ അപമാനിക്കപ്പെടുകയും സഭകളാൽ തന്നെ ഉപേക്ഷിക്കപ്പെടുകയും കൊരിന്ത് സഭയിൽ തന്നെ അപമാനിതനാവുകയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മൾ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിൽ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പൗലോസിന്റെ ഭ്രാന്ത് എന്ന് പറയുന്നത് ഫെസ്തോസ് പറയുന്നുണ്ട്. പൗലോസ്, നിനക്ക് ഭ്രാന്തുണ്ട്, നീ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് വളരെ നന്നായിരിക്കും. ആരോടും പറയല്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. എന്നോടും പണ്ടൊരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചു. എന്നോട് അങ്ങനൊന്നല്ല പറഞ്ഞത്. പൗലോസിനോട് പറഞ്ഞു, നിനക്ക് വിവരം കൂടി കൂടി നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്.
പൗലോസ് 29 അധ്യായത്തിൽ, അതിന്റെ 29 അധ്യായത്തിൽ പറയാണ്, നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എല്ലാ കാര്യത്തിലും എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസിന് ഉള്ള ലൈഫ് എന്ന് പറയുന്നത് മൊത്തം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാണ്. ഇങ്ങനെ ഒരു എക്സംപ്ലറി ലൈഫാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ലെസൺസ് നമ്മൾ ഒന്ന് ഓടിച്ച് കാണുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ തീരുമ്പോഴേക്കും സഭ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയും ഏഷ്യയിൽ മുഴുവൻ പല ലൊക്കേഷൻസിലും സഭകൾ സ്ഥാപിക്കപ്പെടുകയും അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ചുറ്റി നടന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒറ്റ കാര്യം കൂടെ ഈ അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഈ അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ചുള്ളത് ഈ ആഴ്ച കൊണ്ട് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് വി വിൽ മൂവ് ഇൻടു ഡോക്ട്രിനൽ തിങ്സ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണേണ്ട ഒരു കാര്യം അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും കാലഘട്ടത്തെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാത്തത്? അതിന്റെ ഉത്തരം നമുക്ക് ബൈബിളിൽ തന്നെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ കാലത്ത് നടന്ന അത്ഭുതങ്ങളും ലേഖനകാലത്ത് നടക്കുന്നില്ല. ശ്രദ്ധിക്കണേ, അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ കാലത്ത് നടന്ന അത്ഭുതങ്ങൾ ലേഖനകാലമാകുമ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലനെ പൗലോസ് തന്നെ പറയുന്നുണ്ട്, എപ്പാഫ്രോദിത്തോസ് രോഗിയായിരുന്നു, മരിച്ചു പോകും, ഞാൻ പേടിച്ചു പോയി. കുത്തിരി ഇട്ടാ പോലായിരുന്നു, ടവല് മടക്കി ഇട്ടാ പോലായിരുന്നു. മർക്കോസിന് പനി പിടിച്ച കാര്യം പറയുന്നുണ്ട്, അവനെ പുറകിൽ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടതായിട്ട് വന്നതായിട്ട് പറയുന്നുണ്ട്. എനിക്ക് സങ്കടത്തിന്മേൽ സങ്കടമായി പോകുമായിരുന്നു പറയുന്നുണ്ട്. തിമോത്തിയോസിന് പറയുന്നുണ്ട്, നിന്റെ അജീർണം മാറ്റാൻ വേണ്ടി ഇത്തിരി വീഞ്ഞു കുടിച്ചോളാൻ, വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇന്ന് അത്ഭുതങ്ങൾ നടക്കും സഹോദരങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാ കാലത്തും നടക്കും. പക്ഷെ ഒരേ കൂട്ടം ആളുകളുടെ മേൽ കർത്താവ് തുടർച്ചയായ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കില്ല. ഒന്നുകൂടെ പറയാം, സഭ സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ഇപ്പൊ കേരളത്തിലും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പൊ ആഫ്രിക്കയിൽ പോയാൽ ഭയങ്കര അത്ഭുതമാണ്. നോർത്ത് ഇന്ത്യ നിങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പോയാൽ അത്ഭുതങ്ങൾ നടക്കും. ഇനി കേരളത്തിലും ക്രിസ്ത്യാനികളല്ലാത്ത, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഒരു ഹൈന്ദവന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു നോൺ ബിലീവറുടെ വീട്ടിൽ നിങ്ങൾ ചെന്നാൽ, വിശേഷമായിട്ട് ചെന്നാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഇന്നും നടക്കുന്നു അത്ഭുതകരമായ അത്ഭുതങ്ങൾ, അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്ന എവിടെയാണെന്നറിയോ? വിശ്വാസികളുടെ ഇടയിലല്ല, അവിശ്വാസികളുടെ ഇടയിലാണ് നടക്കുന്നത്. അന്നും ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങളുടെ ഉദ്ദേശം അത് വിശ്വാസികൾക്ക് കണ്ടു രസിക്കാനുള്ള മാജിക് പ്രകടനമല്ല, അവിശ്വാസികളെ ദൈവം ആരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നിങ്ങളൊരു സുവിശേഷകനായ ഒരു വീട്ടിൽ ചെല്ലുന്നു, അവിടെ ഒരാൾ തളർന്നു കിടക്കുന്നു. നിങ്ങൾ പറയാണ്, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നടക്കും. രോഗിയായ ഒരാളെ കാണുന്നു, അവിശ്വാസിയാണ്, അവൻ ദൈവം ആരാന്ന് അറിയില്ല, അവന് പ്രാർത്ഥിക്കുന്നു, അവൻ സൗഖ്യം. അപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. നമുക്ക് ഓൾറെഡി ദൈവമുണ്ടെന്ന് മനസ്സിലായവർ, ഓൾറെഡി മാനസാന്തരപ്പെട്ടവർ, അവരുടെ ഇടയിലല്ല അത്ഭുതങ്ങൾ നടക്കേണ്ടത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അത്ഭുതങ്ങൾ എവിടെ നടക്കേണ്ടത്? നമ്മൾ ഇന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിളുമായിട്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഈ ഇറാഖിൽ മിഷണറി ആയിട്ട് പോയ ഒരു സഹോദരനുണ്ട്. ഇപ്പൊ അനേകം ആൾക്കാർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സുവിശേഷയിലേക്ക് പോകുന്നുണ്ട് മിഷണറി വേലയായിട്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ ഒന്നും നടക്കുമ്പം ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഈ ഇറാഖിൽ ചെല്ലുമ്പം അവിടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നടക്കുന്നുണ്ട്. കാരണം ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഉണ്ട്, നീ എന്നെ വിശ്വസിച്ചോ, ഐ ആം ഹിയർ ഡൂയിങ് മിറക്കിൾസ്. ഒരാൾ വിശ്വാസിയായി 20 വർഷം കഴിഞ്ഞിട്ട് പാസ്റ്റർ കർത്താവിനോട് പറയാം, എന്റെ കർത്താവേ എനിക്ക് തലവേദന ഒന്ന് മാറ്റിത്തരണേ. അപ്പൊ കർത്താവ് പറയടാ, ഞാൻ ക്രൂശിൽ കിടന്നതിനെ കുറിച്ച് പ്രസംഗം കേട്ടിട്ട് നിനക്കൊരു ചെറിയ തലവേദന പോലും സഹിക്കാൻ വയ്യ, അത് എന്റെ പുറകെ കൂടിയേക്കാണ്, നീ ഒന്ന് സഹിച്ചു പഠിക്കാൻ പറയും. ഇല്ലേ? പറയല്ലേ? അയ്യോ എനിക്ക് പേടിയാണേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയണ, പ്രത്യാശയോടെ ജീവിക്കുക, എന്റെ അടുത്തേക്കാണ് നീ വരാൻ പോകുന്നു, ഒന്നും പേടിക്കണ്ടെന്ന് പറയല്ലേ? എപ്പോഴും പറയണ്ടേ നമ്മളോട്? എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ വിശ്വാസത്തോട് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ എങ്ങനെ ഉണ്ട്. ഇപ്പോഴും അവിശ്വാസത്തിനിടയിൽ
ഞങ്ങളുടെ ഈ വീട്ടിൽ ഞങ്ങളുടെ എറണാകുളത്തുള്ള വീട്ടിൽ, ഞാൻ രാജാക്കാട്ടിലെ വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്നു, ഒത്തിരി ഭൂതങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. അടയാളങ്ങൾ നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ ചർച്ചിലെ പ്രേയറിൽ അനേകം രോഗങ്ങൾ സൗഖ്യമായിട്ടുണ്ട്. എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിശ്വാസത്തിൽ ഉറച്ച മെച്യൂർ ആയിട്ടുള്ള വിശ്വാസത്തിൽ ഇനി അത്ഭുതങ്ങളുടെ ആവശ്യമില്ല. അവർക്ക് യോനയുടെ അടയാളമാണ് വേണ്ടത്. യോനയുടെ അടയാളമല്ലാതെ ഈ വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവരെപ്പോഴും അടയാളങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഈ വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയ്ക്ക് അടയാളങ്ങൾ ഇല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് പോലും അവർക്ക് വിശ്വാസമില്ല. കുറെ കഴിയുമ്പോൾ ദൈവം ഉണ്ടോ ബ്രദറെ, എന്റെ ജീവിതത്തിൽ എന്താ ബ്രദറെ ദൈവം ഒന്നും പ്രവർത്തിക്കാത്ത? അപ്പൊ കർത്താവ് അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യുമ്പോൾ പറയും കർത്താവ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയും. 2 ആഴ്ച കഴിയുമ്പോൾ കർത്താവ് പ്രവർത്തിച്ച് മറന്നുപോകും. പിന്നെയും ദൈവം ഉണ്ടോ ബ്രദറെ എന്ന് ചോദിച്ചോണ്ടിരിക്കും. വീണ്ടും കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവ് പറഞ്ഞ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന നിനക്ക് ഇനി യോനയുടെ അടയാളമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇതാണ് ഇന്ന് പെന്തക്കോസ്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന ഒന്നും നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അത്ഭുതം മതി. കർത്താവ് പറയുവാണ്, അങ്ങനെ അത്ഭുതത്തിന് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നീ കുറച്ചൊക്കെ കഷ്ടതയിലൂടെ കടന്നു വന്ന് കർത്താവ് ആരാണെന്ന് പഠിക്കും. ഓക്കെ, എന്നിട്ട് നീ വെളിയിലോട്ട് ഇറങ്ങി സുവിശേഷത്തോട്ട് പോ. അപ്പോൾ നിന്റെ പുറകെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ അന്ത്യകാലം അടുത്തടുത്ത് വരുമ്പോൾ ഈ അത്ഭുതങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടായി വരും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അതായത് പെട്ടെന്നൊരു അന്ത്യകാലം വരും. ആ സമയമാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് പോകുന്ന അന്ത്യകാല വലിയ പീഡനം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, അതായത് സഭയുടെ ഈ ലാസ്റ്റ് മോമെന്റുകളിൽ ഭയങ്കര അത്ഭുതങ്ങൾ അടയാളങ്ങളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അപ്പോസ്തല പ്രവൃത്തികളിൽ അത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത് അന്ത്യനാളുകളിൽ സൂര്യൻ അസ്തമിച്ചു പോകുന്ന ആ ഒരു കാലഘട്ടം വരുമ്പോഴേക്കും സഭയിൽ അത്ഭുതങ്ങളുടെ ബഹളമായിരിക്കണം. അതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ഉണർവിലേക്ക് പോകും. കാരണം ഇപ്പൊ പെന്തക്കോസ്തിലെല്ലാം ഒരു തളർച്ച ബാധിച്ചിട്ടുണ്ട് പൊതുവെ. അപ്പൊ ഉണരാനുള്ള ഒരു അവസ്ഥ ദൈവം കൊണ്ടുവരുന്ന കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത്ഭുതങ്ങൾ ഇല്ലാതെ വിശ്വസിക്കാൻ നമുക്ക് പറ്റും. പിന്നെയും അത്ഭുതങ്ങൾ വരും, വീണ്ടും അത്ഭുതങ്ങൾ ഇല്ലാതെ വിശ്വസിക്കാൻ നമ്മളെ കർത്താവ് ചെയ്യും. അപ്പൊ സീസണലി ഇത് പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഇടയിലെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ധാരാളമായിട്ടുണ്ടാകട്ടെ. നമ്മൾ ബൈബിളുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങി സുവിശേഷം പറയുന്നതിനുള്ള ആ ഒരു കോളിംഗ് ഉള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആ കോളിംഗ് ഉള്ളവർ ചെല്ലുന്ന വഴികളിലെല്ലാം രോഗികൾ സൗഖ്യമാകുകയും ഭൂതങ്ങൾ പോവുകയും ചെയ്യും. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ കാലങ്ങളിൽ നമ്മൾ കാണുന്നത്. പുറകോട്ട് വരുമ്പോൾ സഭകൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ സഭയ്ക്കകത്ത് ഇതൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ലെങ്കിലും വെളിയിൽ അവരെവിടെ പോയാലും ഈ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്ഭുതങ്ങൾ എപ്പോഴും കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അടയാളങ്ങളാണ്, ക്രിസ്തുവാണ്, ദൈവമാണ്, ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്താനുള്ള അടയാളങ്ങളാണ്. നമുക്ക് എന്ത് കൃപാവരങ്ങൾ മതി? നമുക്ക് നമ്മുടെ ആത്മീക വർധനയ്ക്കുള്ള കൃപാവരങ്ങൾ മതി. അന്യഭാഷ, പ്രവചനം, ഇതൊക്കെ നമ്മുടെ ആത്മീക വർധനയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതൊക്കെ നമ്മുടെ സഭകൾക്കകത്ത് ആത്മാവിന്റെ ദാനങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ബുധനാഴ്ച വീണ്ടും ദൈവം അനുവദിച്ചാൽ കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ